ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യർക്കും മാലാഖയെപ്പോലെ ചിറകുണ്ടായിരുന്നു, എന്നാൽ പാപങ്ങൾ കൊണ്ട് അവർക്ക് അത് നഷ്ടപ്പെട്ടു. നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ഉദ്ധരണിയാണിത്. മനുഷ്യൻ്റെ പാപാവസ്ഥ മൂലം നഷ്ടപ്പെട്ടു പോയ ചിറകിനെ പക്ഷത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമായി ഈ പരിശുദ്ധവും പരിപാവനമായ നോമ്പിനെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ മിഴിനീർ തൈലം ഒഴുക്കിക്കൊണ്ട് സ്വർഗത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഈ നോമ്പുകാലം ഇടയാകണം. ഈ നോമ്പുകാലം വെട്ടിയൊരുക്കലിൻ്റെ ഒരു കാലമാണ്. തളിരിടാൻ വേണ്ടി നമ്മളെ തന്നെ വെട്ടിയൊരുക്കുവാൻ തക്കവണ്ണം ഇമ്പങ്ങളോട് നോ പറഞ്ഞുകൊണ്ട് അനുഗ്രഹീതമായ നോമ്പെടുക്കുവാൻ ഈ നോമ്പ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റെയിൻ ക്ലീൻ ദ എർത്ത്, ടീയേഴ്സ് ക്ലീൻ ദ ഹേർട്ട്. മഴ ഭൂമിയെ ശുദ്ധമാക്കുന്നു, കണ്ണുനീർ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും ശുദ്ധീകരിക്കുന്നു. ആയതിനാൽ ഈ നോമ്പ് ഒരു കണ്ണുനീർ മഴയായി തീരട്ടെ. വിതുമ്പുന്ന ചുണ്ടുകളുടെ ഭാഷ, ഒഴുകുന്ന കണ്ണുനീരിൻ്റെ ഭാഷ, മിഴിനീർ ചേർത്ത തൈലമാകാം നനഞ്ഞ കൺപോളകളിലൂടെ ഈ നോമ്പിനെ നമുക്ക് സ്വീകരിക്കുവാനിടയാകട്ടെ. ക്രിസ്തു സാന്നിധ്യം കൂടുതലായി അറിയാനുള്ള നിമിഷമായി ഈ നോമ്പ് തീരണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് മുറിവുള്ളിടത്ത് മുറിവുണക്കുവാൻ, അജ്ഞതയുള്ളിടത്ത് ജ്ഞാനം പകരുവാൻ, വിശപ്പുള്ളിടത്ത് പ്രാതലൊരുക്കുവാൻ, സംശയമുള്ളിടത്ത് വിശ്വാസം പകരാൻ, നിരാശയുള്ളിടത്ത് പ്രത്യാശ നൽകുവാൻ, ആ ഉദ്ധാന മഹിമയിലായിരിക്കുന്ന മനുഷ്യപുത്രനോട് ചേർന്ന് ആ മനുഷ്യപുത്രൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ലോകത്തിനും തന്നതായ ആ വലിയ സമാധാനത്തെ സ്വീകരിക്കുവാൻ, ആ ഉദ്ധാനത്തിൻ്റെ വലിയ സന്തോഷത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. തെറ്റിനെ ന്യായീകരിക്കുന്നവൻ പിശാച്, തെറ്റിനെ സമ്മതിക്കുന്നവൻ മനുഷ്യൻ, തെറ്റിനെ മനസ്സിലാക്കി തിരുത്തുന്നവൻ വിശുദ്ധനെന്ന് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആയതിനാൽ ആ തെറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പാപങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, അനുതാപത്തിലൂടെ നമ്മുടെ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ആ തീർത്ഥാടക സമൂഹത്തിലേക്ക് ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നമുക്കും അംഗങ്ങളാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉത്സാഹത്തെ നശിപ്പിക്കുന്ന അലസതയെ ഉപേക്ഷിച്ചും പരിപാകതയെ നഷ്ടപ്പെടുത്തുന്ന അഹങ്കാരത്തെ വെടിഞ്ഞും വിശുദ്ധ ജീവിതത്തെ കെടുത്തുന്ന ദുഷ്ടതയെ ത്യജിച്ചും സദാ നിൻ്റെ കർത്തൃത്വത്തിന് സ്തുതിപ്പാനും നിൻ്റെ കൃപയെ സ്തോത്രം ചെയ്യുവാനും നിൻ്റെ കരുണയെ വന്ദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.